നമുക്കെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ബട്ടർ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 250 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോൺലെസ് ചിക്കനെ ഞാൻ ഇതേപോലുള്ള പീസാക്കിയിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി ചേർക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്ര മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ചെയ്യാറുണ്ട്. തൈരൊക്കെ കൂട്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇതിനെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഞാനിതിനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ആ ചിക്കൻ പുറത്തെടുത്തു കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെയല്ല, ഇത് ക്രിസ്പി ആയി പോവരുത്. ഉള്ളിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വേവാവില്ലേ ചിക്കനെ, ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളിത് എടുക്കണം. കാരണം നമുക്കറിയാമല്ലോ ബട്ടർ ചിക്കനിൽ എപ്പോഴും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇത് ക്രിസ്പി ആയി പോകാൻ സമ്മതിക്കരുത് കേട്ടോ. അതിന് മുമ്പേ ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മുടെ ചിക്കന് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അതും ഞാൻ ഇതുപോലെ തന്നെ ഈ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് ഒരു ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഓയിലിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ ഈ ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന ശേഷം നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിനൊന്ന് റഫായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കണം. വല്ലാണ്ട് കുറച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് എങ്ങനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ഞാനൊരു 3 തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ എണ്ണ ഞാൻ കറക്റ്റ് പറയുന്നില്ല. അണ്ടിപ്പരിപ്പ് ചേർക്കും തോറും നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് കൂടെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു 2-3 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടെടുക്കുക ഈ എണ്ണയിലിട്ടിട്ട്. എണ്ണയും ബട്ടറും നമ്മളിട്ടില്ലേ അതിൽ വെച്ചിട്ട്. അപ്പോൾ ഇതൊരു 1 പോട്ട് റെസിപ്പി കേട്ടോ. അതായത് ഇത് റെഡിയാക്കാൻ ഈ ഒറ്റ പാത്രം മതി. നമ്മളെല്ലാം ഇതിൽ തന്നെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട്. അതിന് മുമ്പായിട്ട് ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എരിവ് കുറവായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇതിൽ പഞ്ചസാര ചേർക്കൽ നിർബന്ധമാണ്. കാരണം ബട്ടർ ചിക്കൻ ചെറിയൊരു മധുരമുള്ള ടേസ്റ്റാണ് ഉണ്ടാവുക, അല്ലാതെ ഒരുപാട് സ്പൈസി ആവില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് ശേഷം ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് വേവണം കേട്ടോ ഇതിലുണ്ട് എല്ലാ സാധനവും. അതിനു മുമ്പ് ഞാൻ ഒരു സംഭവം ചേർക്കാൻ മറന്നുപോയി, ഗരം മസാല. അപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മറന്നു പോയതായിരുന്നു ചേർക്കാൻ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്കിനി ഗരം മസാലയും ചേർത്തു. ഇനി നമുക്കിന്ന് അടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വേവണം. അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിലുള്ള തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും ഒക്കെ കുക്കായിട്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പോൾ ഈ റെഡിയായ ഒരു മിക്സില്ലേ ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്ത ശേഷം നമുക്കിതിൻ്റെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. മിക്സിയിൽ ഞാനിപ്പോൾ തന്നെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുണ്ടാക്കി അതേ പാത്രത്തിൽ തന്നെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഇത് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ ഇതേപോലുള്ളൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു കയ്യിൽ എന്തെങ്കിലും വെച്ച് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് താഴെ കൂടെ പോരും. അപ്പോൾ പോരുമ്പോൾ അതിൻ്റെ തിക്നെസ് കുറയൊന്നുമില്ല. നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ അത് കിട്ടും. അരിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇതിൽ കണ്ടോ ഈ ഒരു സംഭവങ്ങൾ, ഇതാ തക്കാളി
തക്കാളിയുടെ കുരും ആ തോലൊക്കെയാണ്. അപ്പോൾ അതൊന്നും നമ്മുടെ ബട്ടർ ചിക്കനിൽ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തായാലും അരിച്ചെടുക്കണ്ടോ നിർബന്ധമാണ്. ഇപ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ടുണ്ട്, ഒരു ബാറ്റർ പോലെ കിട്ടിയിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ബട്ടർ ചിക്കനിൽ ഒന്നും കടിക്കാനോ ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റിലൊരു സിൽക്കി സ്മൂത്തായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു ബട്ടറിൻ്റെ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ ചിക്കൻ അല്ലേ, അപ്പോൾ എന്തായാലും ബട്ടർ കുറച്ചൊന്ന് ചേർക്കണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് ഇതിൽ കിടന്ന് മെൽറ്റ് ആവട്ടെ. അത് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ക്രീമൊക്കെ ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുക്കിംഗ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇടുന്നുണ്ട്. അപ്പോൾ കസൂരി മേത്തി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കാട്ടത്. ഇതാണ് കസൂരി മേത്തി. ഇതൊരു ഉണങ്ങിയ ലീഫ് പോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണിത്. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ അളവ് കൂടി പോകരുത്, അപ്പോൾ അതിൻ്റെ ഒരു കുത്തൽ വരും. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഈ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഗ്രേവി റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഇതൊന്ന് തിളച്ച് വന്നാൽ ഗ്രേവി റെഡിയായി. അപ്പോൾ നമ്മളിപ്പോൾ പനീർ ബട്ടർ ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഈ സെയിം ഗ്രേവി തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചില്ലേ ചിക്കന്, ആ ചിക്കനെ ചേർത്ത് കൊടുക്കാം. ചിക്കനോട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചിക്കനെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇതിൽ കിടന്ന് തിളക്കണം. അപ്പോൾ ഈ നമ്മൾ ഈ ഗ്രേവിയുടെ ആ ടേസ്റ്റൊക്കെ ചിക്കനിലൊന്ന് പിടിച്ചിട്ട് വരും. പിന്നെ ചിക്കനിന് എന്തെങ്കിലും കുറച്ചുകൂടെ കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇതിൽ കിടന്നിട്ട് കുക്കാവുകയും ചെയ്തോളും. ഇപ്പം നമ്മുടെ ഈ ബട്ടർ ചിക്കൻ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഏകദേശം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കിതിൽ കുറച്ചുകൂടെ ക്രീം ചേർക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുകളിലൂടെ കുറച്ചുകൂടെ ക്രീം ഒഴിച്ച് കൊടുക്കാറ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യേണ്ട. ക്രീം ചേർക്കുന്നത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഗിവ് അവേ കോൺടെസ്റ്റ് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ വിന്നറെ നമുക്ക് സെലക്ട് ചെയ്യണ്ടേ. ഇൻഷാ അല്ലാ ഇന്ന് രാത്രി ഞങ്ങൾ എന്തായാലും വിന്നറെ സെലക്ട് ചെയ്യും. എന്നിട്ട് നാളെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ ഇതേ സമയത്ത് തന്നെ, അതായത് നാട്ടിലെ ഒരു 2:30 മണിക്ക് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിന് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചുകൂടെ ക്രീം മുകളിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രീം ഒഴിച്ചാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് ഒന്നും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാ നാളെ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.